സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈശോ സുവിശേഷം പ്രസംഗിക്കാൻ ആരംഭിച്ചപ്പോൾ പറഞ്ഞ വചനമാണ്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോഴും ഇതായിരിക്കണം പറയേണ്ടത്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ സ്വർഗരാജ്യമായോ? ഞാൻ സ്വർഗരാജ്യത്തിലായോ? ഒരു പ്രതിസന്ധിയും പ്രശ്നവുമുള്ള ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നാൽ അവന് തണൽ കിട്ടുമോ? അവനൊരാശ്വാസം കിട്ടുമോ? എങ്കിൽ മാത്രമേ ഞാൻ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കണം, ഏത് വിപരീത സാഹചര്യങ്ങളിലുള്ളവരും നമ്മുടെ അടുത്ത് വരുമ്പോഴും അവരെ കുറ്റപ്പെടുത്താതെ അവരെ സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ നീ ദൈവത്തിൻ്റെ മകനായി മാറി. കാരണം ദൈവം ദുഷ്ടരുടെ മേലും ശിഷ്ടരുടെ മേലും മഴ പെയ്യ്ക്കുന്നു, സൂര്യനെ ഉദിപ്പിക്കുന്നു. അവന് കൃപ കിട്ടാത്തതാണ്, അവൻ അനുസരിക്കാൻ സാധിക്കാത്തത്. സ്വർഗം നിനക്ക് നൽകിയ ആ കൃപ അവന് ലഭിച്ചില്ല. അതുകൊണ്ടാണ് അവന് അങ്ങനെ ദൈവ വഴിയെ യാത്ര ചെയ്യാൻ സാധിക്കാത്തത് എന്ന് ചിന്തിക്കുവാനുള്ള ഒരു തിരിച്ചറിവ് നിനക്ക് കിട്ടുമ്പോൾ നീ അവനെ സ്നേഹിക്കാൻ തുടങ്ങും. കരുണയോടുകൂടി ഒരു വ്യക്തിയുടെ മുൻപിൽ ആകാൻ പറ്റും. സ്നേഹമുള്ളവരെ, അങ്ങനെ നമ്മുടെ ജീവിതം നമ്മൾ ആരുടെ അടുക്കൽ ചെല്ലുന്നോ അവന് സ്വർഗരാജ്യമാകുവാൻ തക്കവിധം നമുക്ക് ആഗ്രഹിക്കാം, അതിനായി പ്രവർത്തിക്കാം. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.